വാൾട്ട് ഡിസ്നി എന്ന കുട്ടികളുടെ മുത്തച്ഛൻ. ഏറ്റവും കൂടുതൽ ഓസ്കാറുകൾ എന്നത് വാൾട്ട് ഡിസ്നിയുടെ പേരിലാണ്. 26 ഓസ്കാറുകൾ. കുട്ടികൾ എല്ലാ കാലവും ഇഷ്ടപ്പെടുന്ന സിൻഡ്രല്ല, മിക്കി മൗസ് എന്നീ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് വാൾട്ടർ ഏലിയസ് ഡിസ്നി അഥവാ വാൾട്ട് ഡിസ്നിയാണ്. ചിത്രം വരെയായിരുന്നു ജീവിതം. രാത്രികാലങ്ങളിൽ ഫൈൻ ആർട്സ് കോളേജുകളിൽ ചിത്രരചന പഠിച്ചു. ഒരിക്കൽ മുടിവെട്ടാൻ കാശില്ലാത്തതിനാൽ ബാർബർക്ക് പുതിയ ഹെയർ സ്റ്റൈലുകൾ വരച്ചു നൽകി. തുടർന്ന് കാർട്ടൂൺ ജോലിയിൽ കമ്പം തോന്നി ന്യൂസ് പേപ്പറിൽ ജോലിക്ക് കയറി. തുടർന്ന് ആനിമേഷൻ ചിത്രങ്ങളിൽ കമ്പം തോന്നി 1921 ആലീസ് കോമഡീസ് എന്ന ആനിമേഷൻ നിർമ്മാതാക്കളുടെ കൂടെ മനുഷ്യരും കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒരുമിച്ചുള്ള ചിത്രങ്ങളായിരുന്നു അന്നത്തെ രീതി. അങ്ങനെയാണ് കാർട്ടൂൺ ഇൻഡസ്ട്രിയുടെ നട്ടെല്ലായി മിക്കി മൗസ് 1928 ജനിക്കുന്നത്. അതിലും ജനപ്രീതി ആർജിച്ച കാർട്ടൂണായിരുന്നു സിൻഡ്രല്ല. ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന പെൺകുട്ടി പിൽക്കാലത്ത് വിവാഹത്തിലൂടെ സിംഹാസനത്തിലെത്തുന്നതാണ് കഥ. അതിമനോഹരമായ വീക്കെൻഡ്സ് നിറഞ്ഞ കഥാപാത്രമാണ് സിൻഡ്രല്ല. കുഞ്ഞുകുട്ടികളുടെ പ്രാങ്ക്സ്റ്റർ. അവളുടെ സഹോദരിമാർ അവളെ സ്നേഹിച്ചിരുന്നില്ല, എല്ലായിടത്തും അവളെ അകറ്റിയിരുന്നു. അങ്ങനെ അവളുടെ അമ്മൂമ്മ ഒരു ബ്യൂട്ടിഫുൾ പ്രിൻസസിന്റെ രൂപമണിയിക്കുന്നു. അന്നു മുതൽ അവൾ ഒരു രാജകുമാരനെ സ്നേഹിക്കുന്നു. ഒടുവിൽ അവൾ രാജകുമാരിയായി തീരുന്നിടത്ത് കഥയുടെ അവസാനം. അതെ, ആ രാജകുമാരിയായിരുന്നു കുട്ടികളുടെ എല്ലാ കാലത്തെയും സ്വപ്നം. 1923 ഹോളിവുഡിൽ തുടങ്ങിയ ഡിസ്നി ആനിമേഷൻ സ്റ്റുഡിയോ ഇന്ന് ഹോളിവുഡ് സ്റ്റുഡിയോകളിൽ ഒന്നാമതാണ്. ഭാവനാശൂന്യൻ എന്ന് ലോകമെഴുതി തള്ളിയ ഈ വ്യക്തിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓസ്കാർ ലഭിച്ച വ്യക്തി. 59 തവണ ഓസ്കാർ നാമനിർദ്ദേശവും 26 തവണ ഓസ്കാറും ലഭിച്ചു. അതാണ് വാൾട്ട് ഡിസ്നി.